ഗൈസ്, അങ്ങനെ അഞ്ജീന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇന്ന് റിസപ്ഷൻ ആണ്. നമ്മളിപ്പോ ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോ ഉള്ളത് കണ്ണൂരാണ്. ഇവിടെ വെച്ചിട്ടാണ് റിസപ്ഷൻ പ്രോഗ്രാം നടക്കുന്നത്. അവിടെ എത്തിയിട്ട് അമലേട്ടനെ അഞ്ജീനെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ അഞ്ജീനെ പിന്നാലെ കണ്ണൂരേക്ക് പോന്നിട്ടുണ്ട് ഗൈസ്. ഇന്നലെ ഭയങ്കര വിഷമത്തിലായിരുന്നു, പക്ഷെ ഇന്ന് കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെ ആയി വരുന്നു അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മനസ്സിങ്ങനെ വരും, പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെ ആയി വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളെല്ലാരും പുതിയ പുതിയ ചേഞ്ചസ് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് വരുന്നു. ഞങ്ങൾ എല്ലാവരും ഇത് ബ്ലാക്ക് ഡ്രസ്സിലാട്ടോ. ശ്രീ ബ്ലാക്കിലാണ്, ഞാൻ ബ്ലാക്കിലാണ്, ഇത് കാക്ക ബ്ലാക്കിലാണ്. അവിടെ എത്തിയിട്ട് എല്ലാരും കൂടെ കാണിച്ചു തരാം. ഇന്നിപ്പോ അഞ്ച് നമ്മൾ ഡ്രീം ചെയ്ത ലുക്കിലായിരിക്കും ഗൈസ്. ഞങ്ങൾ റിസപ്ഷന്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ അത്ര ഒരു ഉള്ളിൽ വിചാരിച്ച അതേ സാധനം തന്നെയാണ് റിസപ്ഷന്റെ ഡ്രസ്സ് ഉള്ളത്. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, മേക്കപ്പ് ആയാലും ഡ്രസ്സ് ആയാലും ഒക്കെ. പക്ഷെ ഈ റിസപ്ഷന്റെ എന്താന്ന് വിചാരിച്ചാല് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് ആ ഡ്രസ്സ്. അപ്പൊ ആ ഒരു ഡ്രീം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവൾ ആ ഡ്രസ്സിൽ അത്രയും ഭംഗി ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ എത്തിയിട്ട് അഞ്ജനെ കാണാം, അവലിനെ കാണാം, അവരെല്ലാരും അവിടെ ഉണ്ടാവും. നമുക്ക് വേഗം പോവാം. അങ്ങനെ ഗൈസ് നമ്മളിതേ ഹോളിൽ എത്തിയിട്ടും നമുക്ക് വേഗം പോയിട്ട് അഞ്ജനെ കാണാം. ഇതാണ് ജുൻഖാന്റെയും കാക്കന്റെയും ഔട്ട്ഫിറ്റ് ഗൈസ്. ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. എല്ലാവരും ബ്ലാക്കിലാണ്. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, ഇവിടെ ഉള്ള എല്ലാവരും ബ്ലാക്കിലാണ്. കോഴിക്കോടും കണ്ണൂരിൽ നിന്ന് എല്ലാം ബ്ലാക്കാണ്. നമ്മൾ കയറി നിന്നാലും മനസ്സിലാവുന്നില്ല, എല്ലാവരും ബ്ലാക്ക് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ശ്രീനെ ഞാൻ കാണിച്ചു തരാം. ശ്രീയും ബ്ലാക്കാണ്, ഞാനും ബ്ലാക്കാണ്, ഷാമിയും ബ്ലാക്കാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഷാമി നല്ല അടിപൊളി ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. എൻഗേജ്മെന്റിന് ജുൻക തന്നില്ലേ, ആ ഡ്രസ്സാണത്. ഇനി നമുക്ക് അഞ്ചിനെ കാണാം. കണ്ടോ റിസപ്ഷൻ, അമൽ, രവീന്ദ്രൻ ആൻഡ് അഞ്ജിത. സ്റ്റേജിന്റെ മുകളിൽ ഇവിടെ പാട്ടായതുകൊണ്ട് ഒന്നും കേൾക്കൂല. അഞ്ച് സ്റ്റേജിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്, കാണിച്ചുതരാം. അമലേട്ട ഇപ്പോഴേ വിയർത്ത് തുടങ്ങി കഴിഞ്ഞു. നിങ്ങൾ ആരെയും ടിഷ്യൂ ഉണ്ടോ എന്നുള്ള ധൈര്യത്തിലായിരുന്നു. നമ്മള് ഞാൻ പറഞ്ഞില്ലായിരുന്നു അഞ്ച് ഞങ്ങൾ വിചാരിച്ച അതേ ഡ്രീം ലുക്കിലാക്കണ്ടോ. ഇതായിരുന്നു നല്ല രസമില്ലേ. ഞങ്ങളില്ലാതെ ഒരു രാത്രി എങ്ങനെ ഉറങ്ങി. സത്യം എടുത്ത് വെച്ചത് ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങിയില്ല. പാടിക്കണം. അച്ഛൻ പാട്ട് പാടാൻ വേണ്ടി ജൂനിയറെ ക്ഷണിക്കുന്നു. അച്ഛൻ പാട്ട് പാടാൻ പോവാണ്. അച്ഛൻ അടിപൊളി ഗായകനാണ്. അല്ല, കഴിഞ്ഞ നമ്മുടെ ഷോർട്സ് വന്നതിന് അച്ഛന് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത പാട്ടപ്പോൾ വരാൻ പോവാണ്. അച്ഛൻ പറഞ്ഞത് ജുൻഖാനോട് പാടണമെന്ന്. അടുത്ത ജുൻഖ എന്താ പറയാ. അല്ല ഞാൻ ചോദിക്കുന്നേ, ഞങ്ങളില്ലാതെ എങ്ങനെ ഉറങ്ങി എനിക്ക് പറയണം. പിറ്റേന്ന് രാവിലെ നമ്മള് 10-11 മണിയാകുമ്പോൾ ഞങ്ങൾ നേരിട്ട് കാണാനാണ്. അപ്പൊ ഷൂട്ട് ഉണ്ടെങ്കിലും ഷൂട്ട് ഇല്ലാന്നുണ്ടെങ്കിലും ഒക്കെ ഞങ്ങൾ. എനിക്ക് വേറൊന്നറിയണം, ഇന്നലെ കല്യാണം കഴിഞ്ഞാൽ കാറിന് കയറിയ ശേഷം എത്ര പ്രാവശ്യങ്ങളൊക്കെ വിളിച്ചു പറയൂ? 2 പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ. അല്ല ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. പിന്നെ സല്ലൂനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കാര്യം പറയാം. അങ്ങനെ കുറേ പ്രാവശ്യം എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി 1 മണി 1:30 വീഡിയോ കോള്. അത് ഫസ്റ്റ് നൈറ്റില് ഞാൻ പോയി കിടന്നുറങ്ങാൻ നോക്കി. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. കുറേ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു നമ്മുടെ അടുത്ത്. അച്ഛനും എല്ലാവരും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫുഡ് കഴിക്കാം. ഞാൻ മറ്റേ അപ്പം കഴിക്കാം. അപ്പാണോ? നമ്മളിപ്പോൾ അതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 വെള്ളപ്പാണ് കഴിക്കുന്നത്, പിന്നെ ചിക്കനും. പിന്നെ ഞാൻ പിന്നെ 2 എടുത്ത് കിട്ടോ. ബിരിയാണി എടുത്തിട്ട് വെള്ളപ്പം എടുത്തത്. കാക്കപ്പോൾ വെള്ളപ്പാണ് കഴിക്കുന്നത്. ലൈറ്റായിട്ട് കഴിക്കാൻ ജസ്റ്റ് ഞാൻ കുറച്ച് ഹെവി ആയിപ്പോയി ഗൈസ്. എന്താ കഴിക്കുന്നത്? ബിരിയാണിയും വെള്ളപ്പവും. അഞ്ചിതാ അവിടെ സ്റ്റേജിന്റെ മുകളിൽ റിസപ്ഷന് വരുന്ന ഗസ്റ്റിനെല്ലാം ഗ്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിന്റെ സൈഡിലൂടെ ഗാനമേളയുണ്ട്. അടുത്തതായി ഗാനം ആലപിക്കാൻ പോകുന്നത് ജിനു. ഇത്
അവിടെ സ്റ്റേജിന്റെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ആ കേക്ക് വന്നതുകൊണ്ട് അമൽ ഇങ്ങോട്ട് പോയതാട്ടോ. അപ്പൊ ബ്രൈഡ് മാത്രം ഒറ്റയ്ക്ക് ആയതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അഞ്ചിയും അമലേട്ടൻ ഇനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. ടയേർഡാ, ഫേസ് കണ്ടത് ഭയങ്കര ടയേർഡാണ്. ആ ചിരിയൊക്കെ ഇങ്ങനെയുള്ള ചിരിയൊക്കെ എന്തൊക്കെയോ ആയിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മളടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറപ്പൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ എന്തായാലും ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക, ആള് ഭയങ്കര ടയേർഡാണ്. എനിക്ക് വീണ്ടും പാട്ട് പാടാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. എല്ലാവരുടെ കൂടെയും ഫോട്ടോ എടുത്ത്. ഇനി ഒരു ഹിന്ദി പാട്ടാവാന്നാണ് ജുൻക പറയുന്നത്. ഏതാ പാട്ട്? ആ പാട്ടാണ്. ഗൈസ്, അഞ്ചി അമലേട്ടന് കുറേ നേരമായി സ്റ്റേജിൻ്റെ മുകളിൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിതേ ചപ്പാത്തിയും അല്ലാതെ ഒരു ഇറങ്ങാനുള്ള ടൈമില് രണ്ടാളും അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ഗൈസ് തിന്നോണ്ടിരിക്കുക. വയ്യേ വയ്യ, ടയേർഡായില്ലേ? മതി, അത് തിന്നാൻ പറ്റുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൂടി കഴിഞ്ഞു. അതാണ് ഫോട്ടോ എടുത്തെടുത്ത് മതിയായില്ലേ? എന്താണ് ത്രില്ലായോ? എന്നാ വെള്ളം കുടിച്ചോളൂ. അത് കഴിക്കാൻ പറ്റില്ല, നല്ല വെള്ളം കുടിച്ചോളൂ. മതി, ആ അത് മതി. ഇന്നാത്ത വേറെ എന്താ വാങ്ങണോ? പോയി വാങ്ങി വരണോ? പാക്കറ്റ് എന്തും വേണോ? പഴം വേണോ? പഴം വാങ്ങി വരാം. അങ്ങനെ അവസാനം അഞ്ചിക്ക് പഴം കിട്ടി. ഉണ്ണി വേഗം റോബസ്റ്റ് വാങ്ങിക്കൊണ്ട് കൊടുത്തു. ജുൻകാക്ക് എന്തിനാ അവിടെ നിന്ന് ക്ഷീണിച്ചു? മൂന്ന് പാട്ടും പാടിന്റെ ക്ഷീണായിരിക്കും. ഇന്നലെ രാവിലെ മുതൽ എൻ്റെ ഭക്ഷണം കഴിപ്പ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. രാവിലെ അരക്കഷ്ണം ഇഡ്ഡലി ഇന്നലെ, പിന്നെ ഉച്ചയ്ക്ക് 2 ഉരുള ചോറ്, വൈകുന്നേരം അല്ല പിന്നെ വീട്ടിലെത്തിയിട്ട് നെയ്ച്ചോറുണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം ഒന്നും അങ്ങനെ മരിയ കഴിച്ചിട്ടില്ല. എന്താണ് എനിക്കവിടെ അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ ഒരു പോലെ. അപ്പം അങ്ങോട്ട് സെറ്റ് അതല്ലേ. അപ്പം അതുകൊണ്ട് ഇതും കൂടെ ആയപ്പോഴേ ഫുൾ എൻ്റെ കിളി പോയി. അങ്ങനെ റോബസ്റ്റ് അതെങ്കിലും തിന്നല്ലോ. ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റൂലേ? നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും. മറ്റേത് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. സൈഡായിട്ടുണ്ട് രണ്ടുപേരും. കുറേ നേരമായി അവരവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. നല്ല തലവേദന ഉണ്ട് ഗൈസ്. ഒരു ദിവസമല്ല ഉറങ്ങിയിട്ട്. അപ്പം അതിൻ്റെ തലവേദന ഉണ്ട്, ക്ഷീണുണ്ട്, ആകെ ടയേർഡാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാലേ ഉള്ളൂ തിരക്കുകളൊക്കെ ഒന്ന് മാറുള്ളൂ. എല്ലാം കഴിഞ്ഞു. ഹെയർ ഒക്കെ അതേ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഫുഡ് കഴിച്ചില്ല, എന്ന് വെച്ചാൽ വൈകുന്നേരം ആ ഒരു സമയത്ത് ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ രാത്രിയിൽ ഇവിടെ തലശ്ശേരി ബിരിയാണീൻ്റെ പുതിയ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. ചെറുതായിട്ട് തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് പോവാം. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമുക്ക് വയ്യ കഴിച്ച് നല്ല തലവേദനയാണ്. അപ്പോൾ അമലേട്ടൻ വാരി കൊടുക്കുകയാണ്. കല്യാണം കഴിച്ചു, ഭർത്താവായി, എന്ത് പറയാനുണ്ട്? സന്തോഷം. ഭാര്യയായി. അമ്മ ഓളിപ്പോ ഒന്നും കഴിക്കുന്നില്ല.
ആ ഒന്നര ചപ്പാത്തി ഉണ്ട്. ഒന്നര ചപ്പാത്തി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 5 ഫുഡ് കഴിക്കില്ല. അതിന് ചീത്ത കേട്ടതാണ് ഇപ്പൊ മലേട്ടൻ അമ്മന്റെ അടുത്തുനിന്ന്. സത്യല്ലേ, ഓള് ഫുഡ് കഴിക്കില്ലല്ലോ. കല്യാണം ആയപ്പോൾ ഇപ്പൊ ഫുഡ് കഴിക്കില്ല. എന്താ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ടെൻഷൻ ആവണമെന്നില്ല, കല്യാണമൊക്കെ കഴിഞ്ഞ്. അവിടെ ഫുഡ് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടാ. പറയാൻ സമയമില്ല. ഇവിടെ വെറും ഈ ഫ്രൂട്ട്സ് മാത്രമേ തിന്നുന്നുള്ളൂ, കാര്യമായിട്ടൊന്നും കഴിക്കില്ല. അത് ചീത്ത പറഞ്ഞോണ്ടിരിക്കാം. നേരത്തെ 1.5 ചപ്പാത്തി കഴിക്കുന്നു. കലാശക്കൊട്ടായിട്ട് ഐസ്ക്രീം. ഭാര്യ പിന്നെ ഐസ്ക്രീമൊക്കെ കിട്ടിയാത്തൊന്നും. എനിക്കിവിടെ ഐസ്ക്രീം ഉണ്ട്. ഇപ്പോൾ രണ്ടാളും വേറെ വേറെ ഓരോരോ ഐസ്ക്രീം എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറുതായിട്ട് കഴിച്ച ഒരു തൊണ്ടവേദന ഉണ്ട്. അപ്പം ഞാൻ ജുൻഖാൻ്റെ 2 സ്പൂൺ മതിയായിരുന്നു. അതിനാണ് ഞാൻ നിർത്തി. ആകെ 2 സ്പൂൺ. ജുൻകാ, ആ പഴം അതിൽ മുറിച്ചിട്ട് തിന്നു. ആ തിന്ന് നോക്കി ടേസ്റ്റ് ഉണ്ടോ? ആ ഞാൻ തിന്നു. ആ ഞാൻ തിന്നു. ഫസ്റ്റ് നിങ്ങൾ ഇന്ന് അടിപൊളിയാ. ഫ്രൂട്ട് സാലഡിലൊക്കെ കഴിക്കുന്നല്ലേ. അങ്ങനെ സ്റ്റേജും ഓഡിറ്റോറിയവും മൊത്തത്തിലൊഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് ഞങ്ങൾ ഇത്രയും നേരം ഇവരെ കൂടെ അപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അവരെ ഫുഡ് കഴിച്ചു. പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് ഇപ്പം ലാസ്റ്റ് സെഷനായിട്ട് അഞ്ജയുടെ ഫോട്ടോഷൂട്ട് അവിടെ നടക്കുകയാണ്. അഞ്ജയാണ് ആ കിടന്നുറങ്ങുന്ന രീതിയിലുള്ളൊരു ഫോട്ടോഷൂട്ടാണ്. മിക്കവാറും ഇങ്ങനെ കിടന്നുറങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അമലതേ ഓഡിറ്റോറിയത്തിന് അങ്ങേയറ്റത്ത് കൂട്ടുകാരുടെ കൂടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മെയിനായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവരും പാക്കപ്പ് ചെയ്യുകയാണ്. 5 നേരം അങ്ങോട്ട് പോകണം, വീട്ടിലേക്ക് പോകണം. ഇപ്പം 5 അമലതേ അപ്പുറത്തിരിക്കണം. 5 രണ്ടുപേരും കൂടെ ഉള്ള ഫോട്ടോഷൂട്ടാണ്. നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടും എന്തായാലും. കൊള്ളാലോ. രണ്ടുപേരും ഭയങ്കര ഗൗരവത്തിലുള്ള ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മളെന്താ പണി? നമ്മൾ പോവല്ലേ? അതിനാണോ ഷെയ്ക്കാൻ്റെ? ശരി, നൈസായിട്ട് പറഞ്ഞോട്ട് നോക്കിയേ. കൊണ്ടോ അങ്ങനെ കഴിച്ച് നമുക്ക് പിരിയാനുള്ള സമയമായിരുന്നു. വീട്ടിലേക്ക് പോവാണ്. നമ്മൾ തിരിയാൻ പോവാണ്. തൽക്കാലത്തേക്ക് പോവാണ്. സൈഡായി നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് ഇപ്പൊ പോയി കിടന്നുറങ്ങാം. ഫ്രഷ് ആയിട്ട് സമാധാനം. ശരിക്കും ഇത്രയും കാലത്തെ ഫംഗ്ഷൻ ഒന്ന് നമുക്ക് എണ്ണി നോക്കാം. വീട്ടില് ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വന്ന്, പിന്നെ പെണ്ണ് കാണാൻ വന്ന് വീട് കാണാൻ അങ്ങോട്ട് പോയി. എൻഗേജ്മെന്റ് 100,000 നമ്മുടെ കല്യാണത്തിലേക്കുള്ള പരിപാടികള്, സേവ് ദ ഡേറ്റ്, ഹൽദി, മെഹന്തി, പിന്നെ കല്യാണത്തിന് തലേ ദിവസം ദക്ഷിണ, കല്യാണം, സാധനങ്ങളായിരുന്നു. അപ്പൊ എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. ഒരു പുതിയ ലൈഫിലേക്ക് കിടക്കുകയാണ്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുക. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും.